അപ്പൊ ബദറിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ബദർ യുദ്ധത്തിന്റെ കാരണം എന്താന്ന് ചോദിച്ചു, മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഹിജ്റ പോകുന്നത് വരെ ഉപദ്രവിച്ചു, ഹിജ്റ പോയതിന്റെ ശേഷവും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുഴുവൻ, മക്കയിലുള്ള സമ്പത്ത് മുഴുവൻ അടക്കി വെച്ച് അതിനും മറ്റും ഉപയോഗിച്ച് അതിന്റെ ലാഭം കൊണ്ടായിരുന്നു മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ ആക്രമിച്ചിരുന്നത്. അങ്ങനെ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പോയിട്ടുണ്ട്. അവർ നല്ല ലാഭവുമായിട്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് വരുന്നുണ്ട് എന്നുള്ള വിവരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് അറിഞ്ഞപ്പോൾ അവരെ നേരിടാൻ വേണ്ടി 313 സ്വഹാബത്തുകളോടുകൂടെ ബദറിലേക്ക് പുറപ്പെട്ടതാണ്. ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ, അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി. അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു വഴിക്ക് രക്ഷപ്പെട്ട വിവരം മക്കയിലുള്ള അബൂജഹലിനെ അറിയിച്ചപ്പോൾ അവർ പിന്മാറാൻ തയ്യാറായില്ല. എന്ത് വന്നാലും ശരി, ഞങ്ങളെല്ലാവരും ഉത്ബത്തും ഷൈബത്തും അബൂജഹലും വലിയൊരു സംഘം, 1000-ഓളം അടങ്ങുന്ന സംഘം, കുതിരപ്പടയും അതുപോലെ എല്ലാവിധ സർവ്വസന്നാഹങ്ങളോടും കൂടെ അവർ മക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബദറിലേക്ക് പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോ ആർക്കും കുടിക്കാനുള്ള വെള്ളവും മറ്റൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ ധാരാളം വെള്ളം കിട്ടി. അങ്ങനെ മുസ്ലിമീങ്ങൾ വെള്ളം കെട്ടി നിർത്തിയ ഹൗളാണ് ഇത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുസ്ലിമീങ്ങൾ വെള്ളം ഹൗളാണ്. ഇതിന്റെ ആ ഭാഗത്ത്, താഴ്ഭാഗത്തായിരുന്നു മുശ്രിക്കുകൾ. അവിടെ നിന്നായിരുന്നു ആക്രമിക്കാൻ വന്നത്. പക്ഷെ അവർക്ക് വെള്ളവും കാര്യമൊന്നുമില്ല. അവർ വെള്ളമൊക്കെ ഒലിച്ചുപോയി. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സഹായം ഉണ്ടായത് കൊണ്ട് വെള്ളം കൊണ്ടുണ്ടായി. അങ്ങനെ ഈ ഹൗലിൽ നിന്ന് വെള്ളം എടുക്കുന്നത് സംബന്ധമായിട്ടാണ് ആദ്യം പ്രശ്നം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങാൻ ഒരു കാരണം അങ്ങനെയല്ല. അതുകൊണ്ട് ഈ സ്മാരകം അവിടെ തന്നെ നിലനിർത്തിയതാണ്. പിന്നെ അരീഷ് എന്ന് പറഞ്ഞാല് പന്തൽ എന്നാണ് അർത്ഥം. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പന്തലിന്റെ ചുവട്ടിൽ, അവിടെ ഒരു പന്തലായിരുന്നു, ആ പന്തലിന്റെ ചുവട്ടിൽ ടെണ്ടല്ല മുകൾ ഭാഗം മാത്രം മറിച്ച അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ ദുആ ചെയ്ത ആ സ്ഥലത്താണ് മസ്ജിദുൽ അരീഷ് നിലകൊള്ളുന്നത്. പിന്നെ അത് ഇപ്പൊ വികസിപ്പിച്ച, അന്ന് ചെറിയ പള്ളിയായിരുന്നു. ആദ്യം പന്തല്, പിന്നെ അത് പള്ളിയാക്കി, പിന്നെ വികസിപ്പിച്ച് ഇപ്പൊ 1-2 വർഷമായിട്ട് വലിയൊരു പള്ളിയായിട്ട് ഇതാണ് ഈ സ്ഥലത്താണ്. ഇവിടെ 17 തീർച്ചയൊക്കെ ഇതിന്റെ മുന്നിലാണ് ചോറും ഇതൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഉണ്ടോന്നറിയില്ല. ഞാനിവിടെ നിൽക്കുമ്പോണ്ട്, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. നിൽക്കുമ്പോണ്ട്. ഇദ്ദേഹം 27 വർഷം മുമ്പ് ഇവിടെ ജോലി ചെയ്ത ആളാണ്. 2 വർഷം ഇവിടെ നിന്നതാണ്. അപ്പൊ അവിടെ ബീർ നമ്മൾ കയറിയില്ലേ, അവിടുത്തെ കഥകളൊക്കെ കുറെ പറഞ്ഞു. അതുപോലെ ഇപ്പൊ ഇവിടുത്തെ കഥ പറയാണ്. ഇവിടൊക്കെ പിന്നെ റമദാൻ 17 നല്ല ബദരീകളാണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട് എന്നൊക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ദ്വാരക്കാനൊന്നുമില്ല. ഇനി ബദരീങ്ങളെടുത്ത് അപ്പുറത്തുണ്ട്, അവിടുന്ന് നമ്മൾ ദ്വാരക്കാം കേട്ടോ. അവിടെ ചിലപ്പോ ആദ്യം അയച്ചിരുന്നില്ല. മസ്ജിദ് അരീഷാണ് കിണറ്. ആ ഭാഗത്തു നിന്നാണ് ശത്രുക്കൾ വന്നത്. പിന്നെ എങ്ങനെ അപ്പുറത്ത് എന്നാ പോവാ.
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് അല്ലാഹ് നന്ദി ചെയ്തേക്കാം. അസ്മാഉ ഷുഹദാ ഗസ്വത്തി ബദർ, ബദർ യുദ്ധത്തിലെ ഷുഹദാവിന്റെ പേരുകളാണ്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു വഹബ് റളിയല്ലാഹു അൻഹു, ഇമാലൈൻ ഇബ്നു അബ്ദു അംർ റളിയല്ലാഹു അൻഹു, നഅ്ജഅ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു, അഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു, ഉബൈദ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഖൈശമ റളിയല്ലാഹു അൻഹു, ബശീർ ഇബ്നു അബ്ദുൽ റളിയല്ലാഹു അൻഹു, ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു, റാഫി ഇബ്നു അൽ-മഅല റളിയല്ലാഹു അൻഹു, عمير بن الحمام رضي الله عنه, يزيد بن الحارث رضي الله عنه, محمد بن الحارث رضي الله عنه, عوف بن الحارث رضي الله عنهم جميعا. അല്ലാഹു തആല അവരെ ഹഖ് കൊണ്ട് ദോഷങ്ങളും പുറത്തു തരട്ടെ. ആമീൻ. അല്ലാഹു തആല ബദറിൽ വിജയിപ്പിച്ചതുപോലെ നമ്മളെ അല്ലാഹു തആല ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീം. തലേ വാരിയിട്ടുണ്ടായിരുന്നേ.